ജനസംഖ്യയിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ലോക്സഭയിലേക്ക് 48 അംഗങ്ങളെയും നിയമസഭയിലേക്ക് 288 അംഗങ്ങളെയും അയക്കുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് മഹാരാഷ്ട്രയിലാണ്. ഇപ്പോൾ വളരെ സങ്കീർണമായ കുഴഞ്ഞുമറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് മഹാരാഷ്ട്ര. നമുക്കറിയാം, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ദേശീയ ജനാധിപത്യ സഖ്യം, അവിടെ മഹാരാഷ്ട്രയിൽ മഹായുതി എന്നാണ് പറയുക, BJPയും അവിഭക്ത ശിവസേനയും ചേർന്ന ആ ഒരു സംവിധാനത്തിന്, ആ മഹായുതിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു. എങ്കിലും ആരാവണം മുഖ്യമന്ത്രി എന്ന തർക്കത്തെ തുടർന്നുകൊണ്ട് ഒരു ഭരണത്തിലെത്താൻ, കൃത്യമായി ഒരു ഗവൺമെൻറ് രൂപീകരണം നടത്താനായില്ല. നമ്മൾ കണ്ടതാണ്, രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു, പിന്നീട് ഫഡ്നാവിസ് ഹ്രസ്വകാലത്തേക്ക് മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം ഏറെ നാടകങ്ങൾക്കൊടുവിൽ അലൈൻമെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ ഫോഴ്സസ് ഉണ്ടാകുന്നു. ശിവസേന, അവിഭക്ത ശിവസേന പൂർണ്ണമായി കോൺഗ്രസ് പാർട്ടിയുമായിട്ടും NCPയുമായിട്ടും ചേർന്നുകൊണ്ട് മഹാവികാസ് അഗാഡി രൂപീകരിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതി കണ്ടു. അന്ന് മുതൽ BJP പ്രതിപക്ഷത്തായിരുന്നു. എന്നാൽ 2022 BJP കണക്ക് തീർത്തു. 2 കക്ഷികളെ പിളർത്തിക്കൊണ്ട്, മഹാരാഷ്ട്രയിലെ ശിവസേനയെയും ഷിൻഡെ വിഭാഗത്തെ പിളർത്തിക്കൊണ്ട്, ഷിൻഡെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട്, പവാർ വിഭാഗത്തിൽ നിന്നും അജിത് പവാറിനെ അടർത്തിയെടുത്തുകൊണ്ട് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയാണ്. അങ്ങനെ ഏറെ നാടകങ്ങൾ കണ്ട മഹാരാഷ്ട്രയിൽ ഇപ്പോഴിതാ വീണ്ടും ഒരു നാടകത്തിൻ്റെ അരങ്ങ് ഉണരുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും കേന്ദ്രീകരിക്കുന്നത് അജിത് പവാറിലേക്കാണ്. നമുക്കറിയാം, അജിത് പവാർ ആദ്യം തന്നെ ഒരു കറുത്തയാടായിരുന്നു. തൻ്റെ അമ്മാവൻ, തൻ്റെ അനന്തരവൻ, ശരത് പവാറിൻ്റെ അനന്തരവനാണല്ലോ, അമ്മാവനെ കുതികാൽ വെട്ടിക്കൊണ്ട് കാല് വാരിക്കൊണ്ട് ഉപമുഖ്യമന്ത്രിയാകാൻ നടത്തിയ നീക്കങ്ങൾ ആദ്യം അത് പൊളിഞ്ഞു. എന്നാൽ വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി അമ്മാവനെ കാലുവാരി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി വിലസുന്ന അജിത് പവാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ NCPക്ക് കാലിടറി. കേവലം 1 സീറ്റ് മാത്രമാണ് അജിത് പവാറിൻ്റെ NCPക്ക് ലഭിച്ചത്. അപ്പോൾ നോക്കൂ, ദേശീയ ജനാധിപത്യ സഖ്യം, അതായത് മഹായുതി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി, അപ്രതീക്ഷിതമായി ഏറ്റ അടി. BJP ഏതാണ്ട് തങ്ങളുടെ നില ഒരുപാട് പുറകോട്ട് പോയി. എങ്കിൽ പോലും വലിയ തട്ടുകേടുണ്ടായില്ല. അതുപോലെ ശിവസേന ഷിൻഡെ വിഭാഗവും 8 സീറ്റുകളുമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. എന്നാൽ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് കേവലം 1 സീറ്റിൽ ഒതുങ്ങാനായിരുന്നു വിധി. അപ്പോൾ അജിത് പവാറിനെയാണ് ഇപ്പോൾ RSS ടാർഗറ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ മുഖപത്രം, ഓർഗനൈസർ അജിത് പവാറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അതായത് അജിത് പവാറിൻ്റെ കടന്നു വരവാണ് ഒരു പക്ഷേ ആ സഖ്യത്തിന് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം. ക്രെഡിബിലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ മഹായുതിയുടെ ഭാഗമാക്കുമ്പോൾ BJPയും ശിവസേനയും 100 വട്ടം ചിന്തിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാ പഴിയും അജിത് പവാറിനാണ്. ഇപ്പോൾ അജിത് പവാർ മനം നൊന്ത്, അതുപോലെ മഹാരാഷ്ട്രയിലെ പ്രാദേശിക മറാഠ RSSന് മറാഠ പതിപ്പിലും ഇത് തന്നെ ഇതേ രീതിയിലുള്ള അതികഠിനമായ NCP വിമർശനം നേരിടുന്നു. NCP ഇതിനിടയ്ക്ക് പോയി യഥാർത്ഥ NCP അജിത് പവാറിൻ്റെ NCP ആണെന്നും പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് സർട്ടിഫിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് വന്നു. അതുമാത്രമല്ല, ശിവസേന ഷിൻഡെ വിഭാഗം യഥാർത്ഥ ശിവസേനയാണ് എന്ന ക്ലെയിമുമായി വന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജനം അംഗീകരിച്ചത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെയും ശരത് പവാറിൻ്റെ NCPയുമാണ് എന്നത് നോക്കിക്കാണാതിരിക്കില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ അഭിപ്രായ സർവേകളുടെ ഫലം വരുന്നു. അതിൽ വ്യക്തമായ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക്, മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണി, അതിൻ്റെ പേരാണല്ലോ മഹാവികാസ് അഗാദി. ആ മഹാവികാസ് അഗാദിക്ക് വ്യക്തമായി മുൻതൂക്കം പ്രവചിക്കുന്ന സർവേകൾ. ഇനിയുമാണ് ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അജിത് പവാർ നോസ് വിച്ച് സൈഡ് ദ ബ്രെഡ് ഈസ് ബട്ടേർഡ്. അങ്ങനെയെങ്കിൽ വിജയോടൊപ്പം ചേരാനും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം നുണയാനും എക്കാലവും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള അജിത് പവാർ ഒരുപക്ഷെ
അമ്മാവനോട് മറത്തു പുറത്തു മറക്കണം പൊറുക്കണം മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് വീണ്ടും NCPയുടെ തണലിൽ ചേക്കേറാൻ മുതിരുമോ? അതോ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇപ്പോൾ വീരവാദം പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. അത് സഖ്യമില്ല എന്നത് മാത്രമല്ല, ഒറ്റയ്ക്ക് മത്സരിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത് BJPക്ക് എതിരാണ് എന്നോ ഷിൻഡെ വിഭാഗത്തിനെതിരാണോ എന്നോ അല്ല അജിത് പവാർ പറയുന്നത്. തങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് തങ്ങളുടെ അണികളെ യോജിപ്പിച്ച് നിർത്താനൊരു ചുമതലയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അജിത് പവാറിന് ആത്മാഹുതി ആയിരിക്കും ഫലം. കാരണം അജിത് പവാറിൻ്റെ പാർട്ടിക്കൊന്നും കാര്യമായ വേരോട്ടമില്ല. ബാരാമതി മേഖലയിലാണ് ആകെയുള്ള ചെറിയ ബലം. അവിടെ തന്നെ അജിത് പവാറിൻ്റെ പാർട്ടിയേക്കാൾ സ്വന്തം ഭാര്യ സുനേത്ര പവാറിനെ നിർത്തി മത്സരിപ്പിച്ചപ്പോൾ പവാറിൻ്റെ മകൾ, ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ ബാരാമതി സീറ്റ് കൈയടക്കിയത് നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ഭാവി അത്ര ശോഭനമാണെന്ന് പറയാനാവില്ല. എന്നിരുന്നാലും ഒരിക്കൽ കൂടി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കൽ കൂടി അലൈൻമെൻറ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ ഫോഴ്സസ് സാധ്യമാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന നിലയിലാണ് മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യ മുന്നണിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന നിലയിൽ ഒപ്പീനിയൻ പോളുകളുടെ റിസൾട്ട് വരുമ്പോൾ അത് തൃണമൂൽ ഗണിക്കാൻ തന്ത്രശാലിയായ അജിത് പവാർ തയ്യാറാവില്ല. പക്ഷേ BJPയും ശിവസേനയും ആഞ്ഞു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല രീതിയിൽ RSS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാഗ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന RSSൻ്റെ സാന്നിധ്യം കഴിഞ്ഞ തവണ കാര്യമായി ഉണ്ടായില്ല. എന്നാൽ RSS കളം നിറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾ മാറിമറിയാൻ അല്പസമയം പോലും വേണ്ട. അതുകൊണ്ട് എങ്ങനെയായിരിക്കും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്? ഒക്ടോബർ 18 മുൻപ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം. പുതിയ ഒരു സർക്കാർ അധികാരത്തിലേറണം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കണ്ണുകളും മഹാരാഷ്ട്രയിലേക്കാണ്. ഇനി ഉടനെ നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മഹാരാഷ്ട്ര തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം.